ഹലോ ഗൈസ്, രാവിലെ 5 മണിക്ക് എണീച്ച് തൃശ്ശൂരേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ വിചാരിച്ചു. ഇവിടുന്ന് തൃശ്ശൂരേക്ക് 5.5 മണിക്കൂർ ദൂരം ഉണ്ടാണ്ട് രാവിലെ എണീക്കണം, റെഡി ആവണം, പോണം. ഇതാണ് അവസ്ഥ. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് റെഡി ആവണം. അപ്പോൾ തണുപ്പെല്ലാം ആയതുകൊണ്ട് ഞാൻ ഏതായാലും ഈ ഹുഡി ഇടാന്ന് വിചാരിച്ചു. ഇങ്ങനെ ആടിപ്പാട് റെഡി ആയാലും ട്രെയിനിന്റെ പാട്ടിന് പോകും. അതുകൊണ്ട് ചടപടയെ എന്നിട്ട് റെഡിയായി. സാറ്റർഡേ സൺഡേ 12 മണിയിലെ ബാച്ചിനാണ് കയറേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു 6:45 ട്രെയിൻ കയറിയാലേ 12 മണിക്കെങ്കിലും എത്തൂലേ. എപ്പോഴും ട്രെയിൻ ലേറ്റ് ആയിട്ട് പണിഷ്മെന്റ് ഇട്ടാലാണ് പതിവ്. അങ്ങനെ 5 മിനിറ്റ് റെഡിയായി. പിന്നെ ബാഗും പാക്ക് ചെയ്ത് 2 ദിവസം പോകുന്നതിന് എന്തിനാ ഇത്ര വലിയ ലഗേജ് എന്ന് ചോദിക്കണ്ട. എനിക്ക് തോന്നുന്നു ബാഗിന്റെ പ്രശ്നമായിരിക്കും. 2 ജോഡി ഡ്രസ്സ്, ഒരു പുതപ്പ്, ഒരു ഷൂസും മാത്രമേ ഇതിലുള്ളൂ. ഇനി കുറച്ച് സുഗന്ധമായിക്കോട്ടെ വിചാരിച്ച് കുറച്ച് അധികം സ്പ്രേ അടിച്ചു. ഒരു യാത്ര പോകുന്നല്ലേ, ഒന്നും കുറക്കണ്ട. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉപ്മാവും പിന്നെ തക്കാളി റോസ്റ്റ് അങ്ങനെ എന്തോ ഒരു സാധനം, പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടി. രാവിലെ എപ്പോഴും ചായക്ക് പകരം ബൂസ്റ്റാന്ന് കുടിക്കല്, അങ്ങനെ അതും കുടിച്ചു. രാവിലത്തെ ഫുഡ് മെയിൻ ആയിട്ട് ഫുൾ ആയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് തലകറക്കം അങ്ങനത്തെ പരിപാടികൾ വരും ചെയ്യും. ഇന്നത്തെ പോക്ക് ക്യാൻസൽ ആവും ചെയ്യും. പോയാൽ തന്നെ എനിക്ക് ഡാൻസ് കളിക്കാനും പറ്റില്ല. അതല്ലേ ആലോചിച്ചിട്ട് ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചു. അങ്ങനെ ഒരു 6:15 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കല്. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറിയിട്ട് ഉറങ്ങിയിട്ടും ഫോൺ നോക്കിയിട്ടല്ല എങ്ങനെയോ ഷൊർണൂർ എത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ വെച്ച് നോക്കുമ്പോൾ ചായ കിട്ടിയിട്ട് എന്നാ പിന്നെ കാപ്പി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓട്ടോയിൽ കയറിയിട്ട് നേരെ മൈസൂരിലോട്ട് പോയി. എത്തുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായിനി. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഈവനിങ് നമ്മ ഏതായാലും പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ഹായ്, ഞാൻ അശ്വിൻ. കിടി 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 എന്നെ പരിചയപ്പെടുത്തു. എന്റെ പേര് കേശു. ആഫ്രോ കേശു. അടിപൊളി കളിക്കും. ഞാൻ യൂട്യൂബറാ. ഇതാ നമ്മളെ ഫിയക്കുട്ടി. ആൾ ഇത്രയും ഇല്ലെങ്കിലും ആളെ ഡാൻസ് അടിപൊളിയായിരുന്നു. ഇവിടെ ഡാൻസ് കാണാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഇവിടെ ഫാനാണ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നേരെ ടെലിക്കേസിൽ പോയി. ഈവനിങ് എപ്പം ചായ കുടിക്കാൻ പോക്ക് പതിവാണ്. പിന്നെ ചേട്ടന്മാരെ കട തുറന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് ടെലിക്കേസിലേക്കാ പോയിട്ടുണ്ടായത്. ആടുന്ന് ഒരു പഴംപൊരി ചായയും കുടിച്ചു. പിന്നെ ഫിയക്കുട്ടിക്ക് ഒരു ഷവർമയും ലൈമും വാങ്ങിക്കൊടുത്ത് കഴിച്ചിട്ട് ആടുന്ന് ഇറങ്ങി. അങ്ങനെ തിരിച്ച് സ്റ്റുഡിയോയിലോട്ടേക്ക് പോയി. പിന്നെ നൈറ്റ് എല്ലാം ആകുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു തട്ടടിയൊന്നും ഫുഡില്ല. ഫുഡെല്ലാം കഴിഞ്ഞു. അങ്ങനെ നടന്ന് അവസാനം ഒരു ഹോട്ടലിൽ കയറി. മര്യാദയ്ക്ക് നല്ല ഫുഡ് കിട്ടിയിട്ട് അവസാനം ഒരു മുട്ട ബിരിയാണി പറഞ്ഞു. അത് വലിയ രസമൊന്നും ഉണ്ടായില്ല. പിന്നെ നല്ല വിശപ്പായോണ്ട് കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ആദ്യം സ്റ്റുഡിയോയിലോട്ടേക്ക് പോയി. പിന്നെ കുറച്ച് പ്രാക്ടീസ് എല്ലാം ചെയ്തു. പിന്നെ ഒരു റീലും സെറ്റ് ആക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.